അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത് കുതുബുൽ അക്താബ് ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയായ അഷ്ശൈഖ് അബ്ദുൽ ഖാലിഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയുടെ ഹദറത്തിലാണ്. അള്ളാഹു ഇവരുടെ ദറജ ധാരാളം ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയായ അഷ്ശൈഖ് അബ്ദുൽ ഖാലിഖ് ജീലാനി തങ്ങൾ അന്തി ഉറങ്ങുന്നത് ആക്കോട് മഖാമിലാണ്. അവിടുത്തെ ഭാര്യയും പ്രിയപ്പെട്ട മക്കളും ഉറങ്ങുന്നത് ഈ മഖാമിൽ തന്നെയാണ്. ഏകദേശം 300 കൊല്ലങ്ങൾക്ക് മുമ്പ് അബ്ദുൽ ഖാലിഖ് ജീലാനി തങ്ങൾ ഒരു മത്സ്യത്തിൻ്റെ പുറത്ത് കയറിയിട്ടാണ് ഈ സമുദ്രത്തിലൂടെ ഇങ്ങോട്ട് യാത്ര വന്നത്. ആ നാട്ടുകാരിയായ പെണ്ണ് തഹജ്ജുദിന് വുളു എടുക്കാൻ വേണ്ടി പുഴയിലേക്ക് ഇറങ്ങിയതും തങ്ങളുപ്പാപ്പ വരുന്ന രംഗം കണ്ട് അമ്പരന്നു പോയി. ഉടനെ തന്നെ തങ്ങളുപ്പാപ്പ പറഞ്ഞു, എന്നെ കണ്ടത് നീ ആരോടും പറയരുത്. നേരം പുലർന്നു ഈ പെണ്ണ് വിഷയം പുറത്തു പറഞ്ഞു. ഉടനെ തന്നെ പെണ്ണിനെ ഭ്രാന്താക്കുകയും അബ്ദുൽ ഖാലിഖ് തങ്ങൾ പെണ്ണിനെ വിളിച്ച്, എന്നെ കണ്ടത് ആരോടും പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്തിന് ഈ വിഷയം പുറത്തു പറഞ്ഞു? തങ്ങളുപ്പാപ്പ തന്നെ പെണ്ണിൻ്റെ ഭ്രാന്ത് മാറ്റി സുഖപ്പെടുത്തുകയും ചെയ്തു. ഖുതുബുസ്സമാൻ മമ്പ്രം തങ്ങളുപ്പാപ്പാൻ്റെ കാലഘട്ടത്തിൽ ആക്കോട്ടുകാർ ഒരു പ്രശ്നത്തിന് പരിഹാരം ലഭിക്കാൻ വേണ്ടി മമ്പ്രം തങ്ങളുപ്പാപ്പയെ സമീപിച്ചു. മമ്പ്രം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ ആക്കോട് നിന്നാണ് വരുന്നത്. ആക്കോട്ടുകാരെന്തല്ലേ ഇങ്ങോട്ട് വന്നത്? ആക്കോട് ഒരു തങ്ങൾ വന്നിട്ടുണ്ടല്ലോ, തങ്ങളോട് നിങ്ങളുടെ കാര്യം പറയൂ, നിങ്ങൾക്ക് പരിഹാരം തങ്ങൾ കാണിച്ചു തരും എന്ന് പറഞ്ഞ് ഖുതുബുസ്സമാൻ മമ്പ്രം തങ്ങളുപ്പാപ്പ ആക്കോട്ടുകാരെ തിരിച്ചയച്ചു. തിരിച്ച് ആക്കോട് വന്നപ്പോൾ തങ്ങളുപ്പാപ്പാനെ കാണുകയും വിഷയം അറിയിക്കുകയും അബ്ദുൽ ഖാലിഖ് ജീലാനി തങ്ങൾ അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്തു. നിരവധി കറാമത്തിൻ്റെ ഉടമസ്ഥരായ അബ്ദുൽ ഖാലിഖ് ജീലാനി തങ്ങൾ ബഹുമാനപ്പെട്ട കുതുബുൽ അക്താബ് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയാണ്. ജിന്നുകൾക്ക് ക്ലാസ് എടുക്കുന്നൊരു പതിവുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക്. ധാരാളം ജിന്നുകൾ അള്ളാഹുവിൻ്റെ ഇൽമു പഠിക്കാൻ വരികയും ഈ പുരാതനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയിൽ വെച്ച് ധാരാളം ജിന്നുകൾക്ക് അബ്ദുൽ ഖാലിഖ് ജീലാനി തങ്ങളുപ്പാപ്പ ദർസ് നടത്തുകയും ചെയ്യാറുണ്ട് പതിവായിരുന്നു. ഇന്നും ജിന്നുകൾ ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിൽ വരുന്നു എന്നാണ് ചരിത്രം. പള്ളിയുടെ മുകളിൽ കാണാം ജിന്നുകൾ എഴുതി വെച്ചതും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ എഴുതിയതും ഈ പള്ളിയുടെ മുകളിൽ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ മഹബത്ത് വെക്കാനും ഇവരുടെ കൂടെ ഹബീബായ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കും അഹ്ലുകാർക്കും കുടുംബത്തിനും ഒന്നിക്കാനും കാണാനും സന്തോഷിക്കാനും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു യാ റസൂലല്ലാഹ് വസല്ലം അലൈഹി